രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ ഭജഗോവിന്ദൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ 6ാമത്തെ ശ്ലോകമാണ്. അതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കൃത്യമായി കിട്ടും. ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണൻ്റെ സർവസ്വവുമായ രാധ, രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള രാധാറാണിയുടെ ജീവിത കഥ അറിയണമെന്ന ആഗ്രഹമുള്ളവർ അത് കേൾക്കുക. എല്ലാ ബുധനാഴ്ചയുമാണ് ഭജഗോവിന്ദം. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി എഴുതിയ ജയദേവ കവിയുടെ അതിനിഗൂഢമായ പ്രണയബന്ധങ്ങളിലൂടെയുള്ള യാത്രയാണ്. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് കേൾക്കുക. ചിലർക്ക് എൻ്റെ അടുത്ത് ചേർത്ത് പഠിക്കണമെന്നുണ്ട്. ഞാൻ കൊല്ലത്താണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ്. ദൂരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. ഓഗസ്റ്റ് 10-ാം തീയതി ഞാൻ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് 9645333999. അതിലേക്ക് വിളിച്ചാൽ മതി. അതേ കണക്ക് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അത് ഞാൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട്, അത് കേൾക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ പറയുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. പ്ലേലിസ്റ്റ് എടുത്ത് നിങ്ങൾ അഷ്ടാവക്ര ഗീത കേൾക്കണം, ഹിന്ദുക്കൾ അറിയേണ്ടവ കേൾക്കണം, നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച്, കൃഷ്ണൻ്റെ പുനരവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥകൾ നിങ്ങൾ കേൾക്കണം. പിന്നെ അതേ കണക്ക് നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്, മോർണിംഗ് മെസ്സേജസ് ഉണ്ട്. എന്നും രാവിലെ 5:30 സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ്. ലളിതാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കേൾക്കുക. അതേ കണക്ക് തന്നെ പിന്നെ രാധികാ കവചൻ 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും പാടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കേൾക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്.
എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഭജഗോവിന്ദൻ നമുക്ക് പാടിത്തരുന്നത് ഇതിനു മുമ്പ് അഷ്ടപതിയൊക്കെ പാടിയിട്ടുള്ള, അന്ന് നിങ്ങളുടെ ഹൃദയം കവർന്നിട്ടുള്ള മഞ്ജുവാണ്. മഞ്ജു പണ്ടും നമുക്ക് അഷ്ടപതിയൊക്കെ നല്ല സൂപ്പറായിട്ട് പാടി തന്നിട്ടുള്ളതാണ്. ആ മഞ്ജുവാണ് ഇന്ന് ഏത് പാടാൻ പോകുന്നത്? ഭജഗോവിന്ദത്തിന്റെ ശ്ലോകം പാടാൻ പോകുന്നത്. രാധേ രാധേ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് തന്നെ രാധേ രാധേ ചാനൽ എന്ത് പറഞ്ഞാലും അത് നമുക്ക് ചെയ്തു തരുന്ന ആളാണ് മഞ്ജു എന്ന് പറയുന്നത്. ആ മഞ്ജുവിനോട് ഞങ്ങൾ ഭജഗോവിന്ദത്തിന്റെ പാടാൻ പറഞ്ഞപ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി മഞ്ജു സമ്മതിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മഞ്ജു തൻ്റെ ഹൃദയത്തിൽ തട്ടി ഭക്തിപരമായിട്ട് ഓരോ വാക്കിൻ്റെയും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് മഞ്ജു പാടുന്നത്. മഞ്ജു പാടുന്നത് കേട്ടുകൊള്ളൂ. അതിനുശേഷം നമുക്ക് ക്ലാസ് തുടങ്ങാം. യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായു ദേഹാപായേ ഭാര്യാഭിഭ്യതി തസ്മിൻ കായേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പോൾ നമ്മുടെ മഞ്ജു അത് മനോഹരമായി പാടിത്തന്നത് കേട്ടല്ലോ. അപ്പോൾ നമുക്ക് ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ രാധാഭക്തരെയും കൃഷ്ണഭക്തരെയും ചേർത്തൊരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് രാധാറാണിയുടെ ഗോലോക ഭക്തർ എന്നാണ് അതിൻ്റെ പേര്. ആ രാധാറാണിയുടെ ഗോലോക ഭക്തർക്ക് വേണ്ടി ഞങ്ങൾ രാമായണ മാസമായതുകൊണ്ട് ഒരു രാമായണത്തിൻ്റെ ക്വിസ് ആരംഭിക്കുകയാണ്. ആ ക്വിസ് മത്സരത്തിൽ 1ഉം 2ഉം സമ്മാനങ്ങൾ നേടുന്ന 1ഉം 2ഉം സ്ഥാനത്തെത്തുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും. ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് മാത്രമാണ് അതിൽ പങ്കെടുക്കാനുള്ള അർഹതയുള്ളത്. ഗ്രൂപ്പിൽ പുതിയതായി ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ 96453339 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പക്ഷേ ഞങ്ങൾക്കൊരു നിയമമുണ്ട്, അത് പാലിക്കണം. ഗ്രൂപ്പിൽ ചേരുന്നവർ ഒരു ദിവസം ഒരു നേരം എങ്കിലും എന്തെങ്കിലും ഒരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് എന്നോ രാധേ രാധേ എന്നോ ഹരേ കൃഷ്ണ എന്നോ എന്തെങ്കിലും ഒരു മെസ്സേജെങ്കിലും അയച്ചിരിക്കണം. അടുപ്പിച്ച് 3 ദിവസം മെസ്സേജ് അയക്കാത്തവരെ ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ചേരാം. നിങ്ങൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. അതേ കണക്ക് തന്നെ മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനം നേടുന്നവര് അവരുടെ വീട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൻ്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെങ്കിൽ ഈ സമ്മാനം നിങ്ങളുടെ വീട്ടിൽ നേരിട്ടെത്തി ഞാൻ തന്നെ നൽകുന്നതായിരിക്കും. അതിന് പറ്റാത്തവർക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ രാധാറാണിയുടെ ഗോലോക ഭക്തർ എന്ന ഗ്രൂപ്പ്, അതേ കണക്ക് ആ ഗ്രൂപ്പിനകത്ത് ഉള്ള അംഗങ്ങൾ, അവരുടെ അംഗങ്ങൾക്ക് എന്താണ് അഷ്ടപതി പാടാം, നാരായണീയം പാടാം. ഇതൊക്കെ എൻ്റെ ഓരോരോ വീഡിയോകളിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അഷ്ടപതി പാടിയാലോ നാരായണീയം പാടിയാലോ എൻ്റെ ഓരോ വീഡിയോയിൽ ഉൾപ്പെടുത്തും. നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും കലാവാസന ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചിത്രം വരയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും കലാവാസന ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതും നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നതാണ്, ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ എൻ്റെ 96453339 വിളിച്ചാൽ മതി. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വിശുദ്ധമായ വീഡിയോ ഉണ്ട്, അത് കാണാതിരിക്കരുത്. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ നിശ്ചയമായും നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും. അപ്പം നോക്കേ, യാവത് പവനോ നിവസതി ദേഹേ താവൽ പൃച്ഛതി കുശലം ഗേഹേ
ഗതപതി വായൗ ദേഹാപായേ ഭാര്യ ബിഭ്രതി തസ്മിൻ കായേ. അർത്ഥം എഴുതിക്കോ. യാവത് അർത്ഥം യാതൊരു കാലത്തോളം, യാതൊരു കാലത്തോളം. പവനോ പവനോ ശ്വാസം. നിവസതി നിവസതി താമസിക്കുക. ദേഹേ ദേഹത്തിൽ. താവത് അത്രയും കാലത്തോളം. പൃച്ഛതി കുശലം അല്ലെങ്കിൽ കുശലാന്വേഷണം. പൃച്ഛതി കുശലം കുശലാന്വേഷണം ഉണ്ടാകും. ഗേഹേ വീട്ടിൽ. ഗതവതി വായൗ ശ്വാസം പോയി കഴിഞ്ഞാൽ. ഗതവതി വായൗ എന്ന് പറഞ്ഞാൽ അർത്ഥം ശ്വാസം പോയി കഴിഞ്ഞാൽ. ദേഹാപായേ ശരീരം ചീഞ്ഞു തുടങ്ങിയാൽ. ശരീരം ചീഞ്ഞു തുടങ്ങിയാൽ. ഭാര്യാഭിപ്രതി ഭാര്യ പോലും പേടിക്കുന്നു. തസ്മിൻ കായേ ആ ശരീരത്തെ. വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ ശ്രദ്ധാപൂർവം നോക്കേണ്ട ഒരു ശ്ലോകമാണ് ശങ്കരാചാര്യ സ്വാമി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നത് വരെ മാത്രമേ നിന്റെ വീട്ടുകാർ പോലും നിന്നെ സ്നേഹിക്കുകയുള്ളൂ. ശരീരത്തിൽ നിന്ന് പ്രാണൻ പോയി കഴിഞ്ഞാൽ ഭാര്യ പോലും ഈ ദേഹം കണ്ട് ഭയപ്പെടുമെന്ന്. നിങ്ങളുടെ ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കുന്നത് വരെ മാത്രമേ നിങ്ങളുടെ ബന്ധുക്കളും എല്ലാം നിങ്ങളെ സ്നേഹിക്കൂ. പ്രാണൻ പൊയ്ക്കഴിഞ്ഞാൽ ഭാര്യ പോലും എന്തു ചെയ്യുന്നു? ഈ ശരീരം കണ്ട് പേടിച്ചു പോകും, ഭയന്നു പോകുമെന്നാണ് പറയുന്നത്. അതായത് ശരീരത്തിലെ പ്രാണൻ എപ്പോഴാണോ നിലയ്ക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ ജീവൻ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്, ശ്വാസം നിലയ്ക്കുന്ന നിമിഷത്തിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ഇട്ട് തന്ന പേര് വരെ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ പറയുന്നത് ബോഡി കൊണ്ടുവന്നോ, ബോഡി എടുത്തോ, ബോഡി എത്ര മണിക്കെടുക്കും എന്നാണ്. ഇപ്പോൾ ഒരു രാജൻ മരിച്ചാൽ രാജനെ കൊണ്ടുവന്നോ എന്ന് ആരും ചോദിക്കില്ല. ഒരു മത്തായി മരിച്ചാൽ മത്തായിയെ കൊണ്ടുവന്നോ എന്നും ചോദിക്കില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒന്നും ചോദിക്കില്ല. പകരം പിന്നെ നമ്മൾ ഹിന്ദുവുമല്ല, മുസ്ലിമും അല്ല, ക്രിസ്ത്യാനിയുമല്ല, ബോഡി കൊണ്ടുവന്നോ എന്നാണ് അവരന്വേഷിക്കുന്നത്. ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. രാധാറാണി എനിക്ക് ദർശനം നൽകിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? പലപ്പോഴും ഞാനത് നിങ്ങളോട് പറയാതെ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എങ്കിലും, അപ്പൊ രാധാറാണി എനിക്ക് നേരിട്ട് ദർശനം നൽകിയിട്ടുണ്ട്. ഈ ദർശനം നിങ്ങൾക്കും ലഭിക്കും, സംശയമൊന്നും വേണ്ട. ഞാൻ പറയുന്ന രീതിയിലൂടെ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ രാധാറാണി എനിക്ക് ദർശനം നൽകിയ വീഡിയോ അതിടണമെന്ന് നിങ്ങൾ എപ്പോഴും എന്നോട് ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ രാധാജിയുടെ അനുവാദം കിട്ടാതെ ഒരിക്കലും എനിക്കത് ഇടാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഇടാതിരുന്നത്. എനിക്കും രാധാജിക്കും ഇടയിൽ ആവശ്യമുള്ള സമയങ്ങളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന സത്യവും ഞാൻ പറയാം. അപ്പൊ രാധാജി എനിക്ക് ദർശനം നൽകിയ ആ വീഡിയോ ഈ വരുന്നതിൻ്റെ അടുത്ത വെള്ളിയാഴ്ച, അതായത് 31-ാം തീയതി, അപ്പൊ ജൂലൈ മാസം 31-ാം തീയതി വെള്ളിയാഴ്ച 12 മണിക്ക് രാധാറാണി എനിക്ക് ദർശനം നൽകിയ ഒരു അത്ഭുത സംഭവമാണ്. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ രാധാറാണി എനിക്ക് വരികയും എനിക്കൊരു കാര്യം നൽകുകയും ചെയ്തു. അതൊക്കെ എന്താണെന്ന് ആ വീഡിയോയിൽ ഞാൻ പറയാം. എനിക്ക് മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകന്റെ അടുക്കലും രാധാറാണി വരും. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും വരും. പ്രിയപ്പെട്ടവരെ, രാധാറാണിയെ ഒരു നോക്ക് കാണണമെന്ന് ഉണ്ടോ നിങ്ങൾക്ക്? രാധാറാണിയെ ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള ഓരോ പ്രേക്ഷകരും അതിനായി കാത്തിരിക്കുക. ജൂലൈ 31-ാം തീയതി നിങ്ങളുടെ കൈകളിലേക്ക് ആ വീഡിയോ എത്തിച്ചേരുന്നതാണ്. രാധേ രാധേ. അപ്പൊ ഇനി നമുക്ക് വീണ്ടും വരാം. പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 24 മണിക്കൂർ വരെ മാത്രമേ ബന്ധുജനങ്ങളോ ഭാര്യയോ ഭർത്താവോ സുഹൃത്തുക്കളോ ഒക്കെ നമ്മുടെ സമീപത്ത് പോലും നിൽക്കുമെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? 24 മണിക്കൂർ കഴിഞ്ഞാൽ
തലേന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ചുറങ്ങിയ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ പോലും മൂക്കുപൊത്തും. പിന്നെ തലേന്ന് നിങ്ങളെ തോളത്തിട്ട് നടന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പോലും 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ മൂക്കുപൊത്തും. നിങ്ങളുടെ അടുത്ത് വരാൻ മടിക്കും. അത് ഓർമ്മ വരിക. ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, ജീവൻ പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തെ ഭാര്യയ്ക്ക് പോലും വേണ്ട, അല്ലെങ്കിൽ ഭാര്യയുടെ ശരീരത്തെ ഭർത്താവിന് പോലും വേണ്ട. അങ്ങനത്തെ ശരീരത്തെയാണ് നിങ്ങൾ താലോലിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഭർത്താവ് മരിച്ചുപോയി, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സ്ത്രീ പൊട്ടിക്കരയുകയാണ്. ഭാര്യ ജഡമെടുക്കാറാകുമ്പോൾ അവർ പറയുകയാണ്, എൻ്റെ ചേട്ടനെ കൊണ്ടുപോകരുതേ, എൻ്റെ ചേട്ടനെ കൊണ്ടുപോകരുതേ എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ തിരിച്ച് ഭാര്യ മരിച്ചു, ഭാര്യ എടുക്കാൻ പോകുമ്പോൾ ഭർത്താവ് കരയുന്നു, അവളെ എടുത്തോണ്ട് പോകരുതേ, എടുത്തോണ്ട് പോകരുതേ എന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പോ ഭർത്താവിന്റെ ജഡം എടുക്കാൻ പോകുമ്പോൾ ഭാര്യ പൊട്ടിക്കരയുകയാണ്, എടുക്കരുതേ, എടുക്കരുതേ. അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ്, എന്നാ അവിടെ കിടക്കട്ടെ, എന്നാ അവിടെ കിടക്കട്ടെ. ഇനി ചേച്ചി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങളിത് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പറയും, ആരെങ്കിലും വായോ, ഇത് എവിടെയെങ്കിലും കൊണ്ടൊന്ന് വെട്ടിമൂട്, മനുഷ്യൻ ഇരിക്കാൻ വയ്യായേ. കണ്ടോ, നിങ്ങളെ ജഡം എടുക്കാൻ പോയപ്പോൾ എൻ്റെ ചേട്ടനെ കൊണ്ടുപോകല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞവര് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറൊക്കെ ആയാൽ നിങ്ങളുടെ കാല് പിടിക്കും, ഇത് കൊണ്ടുപോയി എവിടെയെങ്കിലും വെട്ടിമൂട്. കാരണം എന്ത് സംഭവിച്ചു? ഈ ശരീരം ചീഞ്ഞു തുടങ്ങി, അതിൻ്റെ വാട. അപ്പൊ ഈ ശരീരത്തിന് സുഗന്ധം ഉള്ളപ്പം മാത്രമേ ഭർത്താവായാലും ഭാര്യയായാലും മക്കളായാലും അടുത്തിരിക്കൂ. അതിനിപ്പം മരിക്കണമെന്നില്ലടേ. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കിടന്ന് നിങ്ങളുടെ ശരീരം പൊട്ടിപ്പോകുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വ്രണമൊലിക്കുന്നു, അങ്ങനെ കിടന്ന് ദേഹം പൊട്ടി അതിനകത്ത് പഴുപ്പൊക്കെ ഒലിച്ചാൽ മതി. അല്ലെങ്കിൽ കിടക്കുന്നിടത്ത് കിടന്ന് നിങ്ങൾ മൂത്രവും മലവും ഒക്കെ ഒഴിക്കുന്നു വയസ്സുകാലത്ത്, തീർന്ന്. അപ്പോഴും തന്നെ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മക്കൾ നിങ്ങളെ വെറുക്കപ്പെട്ടു പോകും. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഈ ശരീരം എന്നാണ് ശങ്കരാചാര്യ സ്വാമി പറയുന്നത്. ദേ നോക്കൂ, അദ്ദേഹം മറ്റൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് പോലും ഈ ദേഹം കണ്ടാൽ പിന്നെ പേടിയാ. അല്ല, ഭാര്യയുടെ ശരീരത്തിൽ നിന്നാ പോകുന്നതെങ്കിൽ ഭർത്താവിന് പോലും പിന്നെ ഭാര്യയുടെ ശരീരം കണ്ടാലേ ഭയമാണെന്ന്. ഭയം. ഓർമ്മ വേണം, നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മരിച്ചു ഉച്ചയ്ക്ക് 2 മണിക്ക്, നാളെ രാവിലെ 9 മണിക്കേ അടക്കത്തുള്ളൂ. അപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പറയുമോ, ഇന്നൊരു ദിവസം കൂടിയല്ലേ ഉള്ളൂ, ഇന്നൊരു ദിവസം ഞാൻ എൻ്റെ ഏട്ടനെ കെട്ടിപ്പിടിച്ച് ഞങ്ങളുടെ മുറിയിലൊന്ന് കിടക്കട്ടെ, ഞങ്ങൾ എത്രയോ ദിവസം അന്തി ഉറങ്ങിയ മുറിയാണിത്, ഇനി അതിനൊരു അവസരമില്ല. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ഈ മുറിയിൽ കതകുകൾ അടച്ച് ഞങ്ങൾ രണ്ടും മാത്രമായിട്ടൊന്ന് ഉറങ്ങട്ടെ. അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നു, എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഞാൻ ഈ മുറിയിൽ കിടക്കട്ടെ, ഞങ്ങൾ രണ്ടും മാത്രം. തയ്യാറാകണോ? തയ്യാറാണോ? ആണോ? ഇല്ല, ഭയമാണ്. കാരണം എന്തുകൊണ്ട്? പിന്നെ ശവത്തെയാണ് കെട്ടിപ്പിടിക്കുന്നത്, പ്രേതത്തെയാണ് കെട്ടിപ്പിടിക്കുന്നത്. മനസ്സിലായോ? അപ്പം മരിച്ചു കഴിഞ്ഞു പോയാൽ നിങ്ങളുടെ എന്താണ് ഈ ശരീരത്തെ ആര് ഭയക്കുകയാണ്? നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഭയക്കുകയാണ്. ഇനി അവിടം കൊണ്ടും തീർന്നില്ല, നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല, മരിച്ച ആളിൻ്റെ ആത്മാവിനെ വരെ ഭയക്കും. ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ജ്യോത്സ്യം വന്നിട്ട് പറയുകയാണ്, ദേ നോക്കൂ, നിങ്ങളുടെ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇവിടം വിട്ടുപോകാൻ മനസ്സില്ല, അവർക്ക് ജീവിച്ചു കൊതി തീർന്നിട്ടില്ല, അവരുടെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ട്, അതാ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നിങ്ങളുടെ ചോദ്യം വരും, ജ്യോത്സ്യരെ എന്തെങ്കിലും മാർഗമുണ്ടോ ഒന്ന് ഒതുക്കാൻ?
ഈ പുള്ളി ഒന്ന് പറഞ്ഞു വിടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? കണ്ടോ? അപ്പോൾ ജ്യോത്സ്യര് പറയും 15,000 രൂപ വേണം, അല്ലെങ്കിൽ 20,000 രൂപ വേണം, ഒരു ഹോമം നടത്തണം. അപ്പം മരിച്ചു കിടന്നപ്പം പൊട്ടിക്കരഞ്ഞവരാ നിങ്ങൾ. ജഡം എടുക്കാൻ പോയപ്പം എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറഞ്ഞവരാ നിങ്ങൾ. പക്ഷേ ജ്യോത്സ്യം പറയുന്നു ആത്മാവ് ഇവിടെ കിടന്ന് കറങ്ങുകയാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നമെന്ന് പറയുകയാണ്. അതുകൊണ്ട് അപ്പോൾ എന്താ പ്രശ്നം? നമുക്കൊരു പ്രശ്നം വരാൻ പാടില്ല. ഇങ്ങാരും ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയുടെ ആത്മാവുണ്ടെങ്കിൽ പ്രശ്നമാണ്. അവസാനം മാല പണയം വെച്ചായാലും 15,000 20,000 രൂപ കൊടുത്ത് നമ്മുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ആത്മാവിനെ നമ്മൾ ഓടിക്കുകയാണ്, ഹോമം നടത്തി ഓടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങളെ വാരി പുണർന്ന് സ്നേഹിച്ച് രതിലീലകളാടിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ പ്രാണം പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ശരീരത്തെയും വേണ്ട, ആ ആത്മാവിനെയും വേണ്ട, ഇതിനെ രണ്ടിനെയും നിങ്ങൾ ഭയക്കുന്നു. ആലോചിച്ച് നോക്കേ, നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കേ. മറിച്ചാകുമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരും ചിന്തിക്കുക, നിങ്ങൾ മരിച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വേറെ കാര്യം കൊണ്ടായിരിക്കും അനർത്ഥം വരുന്നത്. ജ്യോത്സ്യനെ വിളിച്ചിട്ട് അവൻ കബഡി നിരത്തി പറയുകയാണ്, നിങ്ങൾ മരിച്ചിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നതാ പ്രശ്നമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മരിച്ചതിൻ്റെ അന്ന് നിലവിളിച്ച ഈ കക്ഷികളെല്ലാം കൂടെ ജ്യോത്സ്യനെ കൊണ്ട് പൈസ കൊടുത്തിട്ട് എങ്ങനെ അങ്ങ് ഓട്ടിക്കാം? അത് പിന്നെ നമ്മൾ മയത്തി പറയും, ഇദ്ദേഹത്തിനെ ബന്ധിച്ച് ആത്മാവിന് മോക്ഷം കൊടുത്ത് ഏതെങ്കിലും അമ്പലത്തിൽ എവിടെയെങ്കിലും കൊണ്ടിരുത്തണേ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഈ സാധനത്തെ ഒന്ന് മാറ്റിത്തന്ന് എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കണേ എന്നാണ് നിങ്ങൾ പറയുന്നത്. ആ ജീവിച്ചിരുന്ന സമയത്ത് ആലോചിക്കണം, ആ ശരീരത്തിൽ നിങ്ങൾ എത്ര ഉമ്മകൾ കൊടുത്തിട്ടുണ്ട്, ആ ശരീരത്തെ നിങ്ങൾ എത്ര താലോലിച്ചു, അതുമായിട്ട് എത്ര രതിലീലകളാടി. എന്നിട്ട് അത് മരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ശരീരത്തെയും ഭയം, അതിൻ്റെ ആത്മാവിനെയും ഭയം. അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇന്ന് സ്നേഹിക്കുന്നവരോ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ഇപ്പം ഒരു പുരുഷനാണെങ്കിൽ ചിന്തിക്കുക, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല ആത്മാവിനെ പോലും അവരെന്ത് ചെയ്യുന്നു? ഭയക്കുന്നു. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമി പറയുകയാണ്, മൂഢ, നിന്റെ ശരീരത്തോടുള്ള, ശരീരബന്ധങ്ങളോടുള്ള അമിതമായ ആസക്തി ഉപേക്ഷിക്കുക. ഈ ശരീരം എന്നത് നീ അല്ലെന്നറിയുക. നിന്റെ ഭാര്യയുടെ ശരീരവും അത് അവളല്ല. നിന്റെ ഭാര്യയുടെ പേര് മീര എന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ മീര ആ ശരീരമല്ല. ആ സത്യം നീ അറിയുക. പിന്നെ ആരാണ് ആ ശരീരം? അതാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്? വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി തഥാ ശരീരാണി വിഹായ ജീർണാനി സംയാതി നവാനി ദേഹേ. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നോക്കൂ, നിന്റെ ഈ ശരീരം ഒരു വസ്ത്രമാണ്. മരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ദാ ഈ ഉടുപ്പിട്ടിരിക്കുന്നു. വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നിപ്പോൾ രാത്രിയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് വ്യാഴാഴ്ച. ഈ വീഡിയോ റെക്കോർഡിങ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ എടുത്തിട്ട ഷർട്ടാ, ഇത് അഴുക്കായി. അപ്പോൾ ഈ ഷർട്ട് ഊരി ഞാൻ കൊണ്ടുചെന്ന് കഴുകാനിടുന്ന ബോക്സിനകത്തേക്ക് അങ്ങ് ഇടുകയാണ്. എന്നിട്ട് വേറൊരു ഷർട്ട് എടുത്ത് ധരിക്കും. അത് അഴുക്കാകുമ്പം വേറൊരു ഷർട്ട് എടുത്ത് ധരിക്കും. അപ്പൊ കൃഷ്ണൻ പറയുകയാണ്, നോക്കൂ ഏ മനുഷ്യ, നീ ഇട്ടിരിക്കുന്ന ഷർട്ട് അഴുക്കാകുമ്പോൾ മാറ്റി വേറെ ഷർട്ട് ഇടും. അതുപോലെ നീ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീരമല്ല, ഇതിനകത്തിരിക്കുന്ന ഒരാളാണ്. അയാൾ എന്ത് ചെയ്യുന്നു? ഈ ശരീരം അഴുക്കാകുമ്പോൾ എടുത്തു മാറ്റി വേറെ ഷർട്ട് ഇടും. അങ്ങനെ നീ ഇപ്പോൾ
നിന്റെ ദേഹത്ത് എത്രയോ ഷർട്ടുകൾ, ശരീരമെന്ന ഷർട്ടുകൾ വീണിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ശരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോണം. അഴുക്കാകുമ്പോൾ ഈ ഉടുപ്പ് ഊരിക്കളയും. അതുപോലെ ശരീരം എന്ന് പറയുന്നത് ഒരു ഉടുപ്പാണ്, ഞാനല്ല. ഞാനെന്നത് അതിനകത്തിരിക്കുന്ന ആളാണ്. അപ്പൊ ഈ ശരീരം എന്ന ഉടുപ്പ് അഴുക്കാകുമ്പോൾ ഇത് കളഞ്ഞിട്ട് അടുത്ത ഉടുപ്പെടുത്തിടും. അപ്പൊ നമ്മൾ പറയും ഒരു കുഞ്ഞ് ജനിച്ചെന്ന്. അത് വീണ്ടും മരിക്കുമ്പം പറയും ആ ഉടുപ്പ് കളഞ്ഞു. അങ്ങനെ നിരവധി ഉടുപ്പുകൾ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അതായത് ശരിക്കും പറയുന്നത് ദേഹം എന്ന് പറയുന്നത് വസ്ത്രമാണ്. ഈ ദേഹം എന്ന് പറയുന്നത് വസ്ത്രമാണ്. അതിൻ്റെ അർത്ഥം വസ്ത്രത്തെ പരിഗണിക്കണ്ട എന്നല്ല, വസ്ത്രത്തെ പരിഗണിക്കണം. പക്ഷെ ഒരു ബോധം വേണം, ശ്രദ്ധിച്ചു കേട്ടോണം. ഈ വസ്ത്രം, അതായത് ഈ വസ്ത്രം ഞാനാണെന്ന് ധരിക്കരുത്. വളരെ ശ്രദ്ധിച്ചു കേട്ടോണേ. എൻ്റെ ദേഹത്ത് ദാ ഒരു വെള്ളയിൽ ഡിസൈനുള്ള ഉടുപ്പ് കിടക്കുകയാണ്, മനസ്സിലായില്ലേ? ഇതെനിക്ക് പണ്ട് ശില്പ വാങ്ങിച്ചു തന്ന ഉടുപ്പാണ്. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കേട്ടെ. അപ്പോൾ ഈ വസ്ത്രം ഞാനാണെന്ന് ധരിക്കരുത്. ഞാൻ വസ്ത്രമല്ല, മറിച്ച് ഈ വസ്ത്രം എൻ്റേതാണ്. ഇത് വളരെ ശ്രദ്ധിച്ചോളണേ. ഞാൻ ഈ വസ്ത്രമല്ല, എൻ്റെ ദേഹത്ത് കിടക്കുന്ന ഈ വെള്ള ഷർട്ടില്ലേ, ഞാൻ ഈ വസ്ത്രമല്ല. പക്ഷെ ഈ വസ്ത്രമുണ്ടല്ലോ, അതെൻ്റെതാ, അതെൻ്റെതാ. ഞാൻ ഈ വസ്ത്രമല്ല, പക്ഷെ ഈ വസ്ത്രം എന്ന് പറയുന്നത് ആരുടേതാണ്? എൻ്റേതാണ്. അതുപോലെ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല, ദിലീപ് എന്ന് പറയുന്നത് ഈ ശരീരമല്ല, പക്ഷെ ഈ ശരീരം എന്ന് പറയുന്നത് എൻ്റേതാണ്. ആരാണ് ഈ എൻ്റേതെന്ന് പറയുന്നത്? ഇതിനകത്തൊരാളിരിപ്പുണ്ട്, ഇതിനകത്തൊരാളിരിപ്പുണ്ട്. അയാളുടെ പേരാണ് പ്രാണശക്തി. എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുന്നത് കറണ്ടാണ്. ആ കറണ്ടാണ് ഞാൻ, മനസ്സിലല്ലേ? മൊബൈലും സിം കാർഡാണ് ഞാൻ, പുറമേ കാണുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഉപമ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ ഈ ഉപമ വളരെ ശ്രദ്ധിക്കുക. ഈ വസ്ത്രം ഞാനല്ല, പക്ഷേ വസ്ത്രം എൻ്റേതാണ്. അതുപോലെ ഈ ശരീരം ഞാനല്ല, മനസ്സിലായില്ലേ? പക്ഷെ ഈ ശരീരം ഉണ്ടല്ലോ, എൻ്റേതാണ്, ഇതിനകത്തിരിക്കുന്ന എൻ്റേതാണ്. ഈ ബോധത്തോടു കൂടി വേണം നിങ്ങളിത് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ശരീരം ഞാനല്ല, അത് എൻ്റേതാണെന്ന് കരുതി നിങ്ങൾക്ക് ഇതിനെ സ്നേഹിക്കാം. നമ്മൾ ഉടുപ്പിനെ നിങ്ങൾക്ക് സ്നേഹിക്കാം, പക്ഷെ അഴുക്കാകുമ്പോൾ ഊരിക്കളയണം എന്ന ബോധം ഉണ്ടായിരിക്കണം. അങ്ങനെ സ്നേഹിക്കാം. അതുപോലെ ഈ ശരീരം നിങ്ങൾക്ക് പൗഡർ ഇടാം, ബ്യൂട്ടി പാർലറിൽ പോകാം, നല്ല കുളിച്ച് വൃത്തിയായി എപ്പോഴും ശരീരം സെൻ്റൊക്കെ അടിച്ച് നിങ്ങൾക്ക് പൂശിയിരിക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഈ ശരീരമാണ് ഞാനെന്ന് കരുതരുത്, ഈ ശരീരം എൻ്റേതാണെന്ന് കരുതുക. അപ്പം ഞാൻ ആരാണ്? ശരീരത്തിനകത്തിരിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ ശരീരത്തെ സ്നേഹിച്ചുള്ളൂ, പക്ഷെ അതിൻ്റെ 100 ഇരട്ടി എന്നെ സ്നേഹിക്കാൻ ആദ്യം പഠിക്കണം, മനസ്സിലായില്ലേ? എന്നെ സ്നേഹിക്കാൻ. ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന എന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിനെ. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആത്മാവിനെയാണ്. ആത്മാവിൻ്റെ വസ്ത്രമാണ് ആരെന്ന് പറയുന്നത്? ഈ ശരീരം. ആന്ധ്രാപ്രദേശിലെ, മനസ്സിലായില്ലേ, ആന്ധ്രാപ്രദേശിലെ രവമണ സ്വാമിയുണ്ട്. അദ്ദേഹം സ്വാമിയാകുന്നതിന് മുമ്പ് സ്വന്തം ശരീരത്തോട് അമിതമായ താല്പര്യമാണ്. അങ്ങനെ ഒരു ദിവസം സഹിക്കാൻ വയ്യാതെ ഭാര്യ പറഞ്ഞു, നോക്കേ, നിങ്ങൾ ഈ ശരീരത്തോട് കാണിക്കുന്ന ഈ താല്പര്യം, ഈ സ്നേഹം നിങ്ങൾ ആത്മാവിനോട് കാണിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആ ചോദ്യം അദ്ദേഹത്തെ പിടിച്ചു കുലുക്കി. അന്ന് തൊട്ട് അദ്ദേഹം തൻ്റെ ആത്മാവിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്നേഹിക്കാൻ തുടങ്ങി, മനസ്സിലായ? അന്ന് മുതൽ അദ്ദേഹം തൻ്റെ ആത്മാവിനെ സ്നേഹിക്കാൻ തുടങ്ങുകയും അങ്ങനെ അദ്ദേഹം ആരായി മാറി? ഒരു വലിയ സന്യാസിയായി മാറുകയും ചെയ്തു. ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു. നിങ്ങൾക്ക് മോക്ഷം നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് നിമിഷവും നിങ്ങൾക്ക് മോക്ഷം കിട്ടും. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ. നിങ്ങളെ ശങ്കരാചാര്യ സ്വാമി മൂഢ എന്ന് വിളിച്ചതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മോക്ഷത്തിലേക്ക് പ്രവേശിച്ചു കഴിയും. പിന്നെ ഏത് നിമിഷവും നിങ്ങൾക്ക് മോക്ഷം അഥവാ എൻലൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടാം. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ഒരു കുഴപ്പം,
നിങ്ങളുടെ സ്വന്തം ശരീരത്തെ മാത്രമല്ല സ്നേഹിക്കുന്നത്, മറ്റ് ശരീരങ്ങളെയും സ്നേഹിക്കുന്നു. ഓരോ ശരീരത്തിനും നിങ്ങളൊരു പേര് നൽകുന്നു. ഭാര്യ, ഭർത്താവ്, പുത്രൻ, പുത്രി, സുഹൃത്ത്. സത്യത്തിൽ ഭാര്യയെന്നും ഭർത്താവെന്നും പുത്രനെന്നും സുഹൃത്തെന്നും പറഞ്ഞൊന്നില്ല. ഇതെല്ലാം ആര് തന്നെയാണ്? നീ തന്നെയാകുന്നു. അതിനെ നീ പലതായി കാണുന്നു. സമുദ്രജലത്തെ ഒരു പാത്രത്തിലെടുത്തിട്ട് അത് വേറെയാണെന്നും വേറൊരു പാത്രത്തിലെടുത്തിട്ട് അതിനകത്തിരിക്കുന്നത് വേറെയാണെന്നും തെറ്റിദ്ധരിക്കുന്നത് പോലെയാണ്. നോക്കേ, നിങ്ങളുടെ മുറി, ആ മുറിയിൽ നിങ്ങളുടെ ഒരു മുറി, അപ്പോൾ നമ്മുടെ മുറിക്കകത്ത് വായു നിൽപ്പുണ്ടേ. അപ്പോൾ അതിനകത്ത് ചതുരാകൃതിയിലുള്ള ഒരു കലമെടുക്കുന്നു. സ്വാഭാവികമായിട്ടും ആ കലത്തിൻ്റെ പുറത്ത് ഏത് നിറഞ്ഞു നിൽപ്പുണ്ട്? വായു. നിങ്ങളൊരു തുണി കൊണ്ട് അതിനെ മൂടുന്നു. ഗോളാകൃതിയിലൊരു കലമെടുക്കുന്നു, ഒരു തുണി കൊണ്ട് അതിനെ മൂടുന്നു. കൂജയുടെ ആകൃതിയിൽ ഒരു കലമെടുക്കുന്നു, അതിനെ ഒരു തുണി കൊണ്ട് മൂടുന്നു. അപ്പം 3 കലങ്ങൾ നിങ്ങളുടെ ഇവിടെ മുറിയിൽ വെച്ചിരിക്കുകയാണ്. ഈ 3 കലത്തിലും വായു നിറഞ്ഞിരിപ്പുണ്ട്. 3 കലത്തിനും 3 രൂപമാണ്. ഒരു കലം ചതുരാകൃതി, രണ്ടാമത്തെ കലം ഗോളാകൃതി, മൂന്നാമത്തെ കലം കൂജയുടെ ആകൃതി. ഈ 3 എണ്ണത്തിനും ശ്രദ്ധിച്ചു കേട്ടോണം, ഈ 3 കലത്തിനും നിങ്ങൾ ഓരോ പേര് കൊടുക്കുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ചതുരാകൃതിയിലെ കലത്തിന് ഭർത്താവ് എന്ന് വിളിക്കുന്നു, ഗോളാകൃതിയിലെ കലത്തിന് ഭാര്യ എന്ന് നിങ്ങളങ്ങ് വിളിക്കുന്നു. അത് കഴിഞ്ഞ് പൂജയുടെ ആകൃതിയിലുള്ളതിന് മകളെന്ന് പേരിട്ട് വിളിക്കുന്നു. കാരണം ഈ 3 കലത്തിനും 3 ആകൃതിയാണ് അല്ലേ? എന്നിട്ട് നിങ്ങൾ ഈ കലത്തെ സ്നേഹിച്ചു തുടങ്ങുന്നു. സത്യത്തിൽ ഈ 3 കലത്തിലും ഇരിക്കുന്നത് ഒറ്റ കാര്യമാണ്, വായു. ആ കലം ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഏതു മാത്രമാണ്? വായു മാത്രമാണ്. പിന്നെ അതിനകത്ത് ഭാര്യയും ഭർത്താവും ഒന്നുമില്ല. നല്ലതുപോലെ മനസ്സിലായില്ലേ? അതുപോലെ ഉയരമുള്ള ഒരു കലത്തിൽ വെള്ളമെടുക്കുന്നു, അതിനകത്തേക്ക് ഒരു പുരുഷ ലിംഗം വെച്ചിടുന്നു, എന്നിട്ട് അതിന് പേര് കൊടുക്കുന്നു പുരുഷൻ. ഉയരമുള്ള ഒരു കലത്തിൽ അല്പം ജലമെടുക്കുന്നു, അതിനൊരു പേര് കൊടുക്കുന്നു, അതിനകത്ത് ഒരു യോനി അതിനകത്ത് വെക്കുന്നു, എന്നിട്ട് പറയുന്നു ഭാര്യ. വീണ്ടും ഒരു കലമെടുക്കുന്നു, ഉയരമുള്ള കലം, അതിൽ വീണ്ടും ഒരു ലിംഗം പുരുഷലിംഗം വെക്കുന്നു, എന്നിട്ടൊരു പേര് കൊടുക്കുന്നു മകൻ. സത്യത്തിൽ ഈ ലിംഗം വെച്ച കുടത്തിലും യോനി പതിപ്പിച്ച കുടത്തിലും ഒരേ കടൽ വെള്ളം തന്നെ. ആ കലം ഉടഞ്ഞു കഴിയുമ്പോൾ ലിംഗവും പോയി യോനിയും പോയി, അവിടെ ഏത് മാത്രമേ ഉള്ളൂ? അതായത് പുരുഷനും പോയി സ്ത്രീയും പോയി, കടൽ ജലം മാത്രമേ ഉള്ളൂ. ഇതുപോലെ നല്ലതുപോലെ നമ്മൾ മനസ്സിലായില്ലേ? അതായത് ഞാനും ഭാര്യയും മകളും എല്ലാം ഒന്നാണ്. ജീവൻ വെച്ചിരിക്കുന്ന ഏതാണ്? കുടത്തിൻ്റെ ആകൃതി, അത് മാത്രമാണ് ഏതെന്ന് പറയുന്നത്, വ്യത്യാസമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 3 കലമുടഞ്ഞാൽ, ലിംഗാകൃതിയിലെ കലമുടഞ്ഞാലും യോനിയുടെ ആകൃതിയിലെ കലമുടഞ്ഞാലും അതിൽ നിന്ന് വരുന്നത് കടൽ വെള്ളം ആണല്ലോ. മുറിക്കകത്താ വെക്കുന്നതെങ്കിൽ ലിംഗാകൃതിയിലെ കലമുടഞ്ഞാൽ വരുന്നത് വായു, ഗോളാകൃതിയിലെ അല്ലെങ്കിൽ യോനി പതിപ്പിച്ച കലമുടഞ്ഞാലും വരുന്നത് ആര് തന്നെയാണ്? വായു തന്നെയാണ്. ഇതുപോലെ ഇനി പറയുന്നത് കേൾക്കുക. ഇതുപോലെ പുരുഷൻ മരിച്ചാൽ അവനിൽ നിന്ന് പുറത്തു വരുന്നത് വെളുത്ത പുകമഞ്ഞ് പോലത്തെ ഒരു സാധനമാണ്. അതിനെയാണ് ഇന്ന് സയന്റിസ്റ്റ് എക്ടോപ്ലാസം എന്ന് വിളിക്കുന്നത്. ആ പുകമഞ്ഞിൽ പുരുഷന്റെ ശരീരത്തിലുണ്ടായിരുന്ന ലിംഗമില്ല. സ്ത്രീ മരിച്ചാലും അതിൽ നിന്ന് പുറത്തു വരുന്നത് വെളുത്ത പുകമഞ്ഞിന്റെ രൂപമുള്ള ഒരു രൂപമാണ്, ഒരു വെളുത്ത പുകമഞ്ഞാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ പേര് എക്ടോപ്ലാസം. ആ പുകമഞ്ഞിൽ യോനിയില്ല, മാറിടമില്ല. അപ്പം ലിംഗമുള്ള പുരുഷൻ മരിച്ചാൽ അതിൽ നിന്ന് വരുന്ന പുകമഞ്ഞ് പോലത്തെ എക്ടോപ്ലാസത്തിൽ ലിംഗമില്ല. യോനിയുള്ള സ്ത്രീ മരിച്ചാൽ അവരിൽ നിന്ന് പുറത്ത് കിടക്കുന്ന പുകമഞ്ഞ് പോലത്തെ എക്ടോപ്ലാസത്തിൽ പുരുഷനെ കൊതിപ്പിച്ച മാറിടവുമില്ല, അതേപോലെ ഏതുമില്ല, യോനിയുമില്ല. അപ്പോൾ ഉള്ളത് പുകമഞ്ഞ് മാത്രം.
അപ്പൊ ഭർത്താവ് മരിച്ചാൽ പുറത്തു വരുന്നത് പുകമഞ്ഞ്, ഭാര്യ മരിച്ചാൽ പുറത്തു വരുന്നത് അതേ പുകമഞ്ഞ്, മകൻ മരിച്ചാലും മകള് മരിച്ചാലും സുഹൃത്തു മരിച്ചാലും പുറത്തു വരുന്നത് അതേ പുകമഞ്ഞ്. അപ്പൊ ഞാൻ മരിച്ചാൽ പുറത്തു വരുന്നത് പുകമഞ്ഞാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മരിച്ചാലും പുറത്തു വരുന്നത് പുകമഞ്ഞാണ്. അപ്പൊ ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? പുല്ലിംഗം സ്ത്രീലിംഗം ഈ വച്ചിരിക്കുന്ന ബോഡിയുടെ കുടത്തിന്റെ വ്യത്യാസം മാത്രം. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഭാര്യയെയും മക്കളെയും ഒട്ടലില്ലാതെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? അങ്ങനെ തുടങ്ങിയാൽ മനസ്സിലായില്ലേ? ഈ സത്യം മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ചേർത്ത് വെക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ഇതൊരു ഒരു കുടമാണ്, ഒരു ആകൃതിയാണ്. ഈ കുടത്തിനകത്ത് ഒരു യോനി വെച്ചിട്ടുണ്ട്, മാറിടം വെച്ചിട്ടുണ്ട്. സ്ത്രീ തൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിക്കുമ്പോഴും വിചാരിക്കുക ഇതിനകത്ത് ഇതൊരു കുടമാണ്, ഇതിനകത്തൊരു ലിംഗം വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുടം ഉടഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വെളുത്ത പുകമഞ്ഞാണ്. അപ്പൊ കെട്ടിപ്പിടിക്കുന്നത് രണ്ട് വെളുത്ത പുകമഞ്ഞാണ്. ഞങ്ങൾ രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. കടൽ ജലം രണ്ട് ആകൃതിയുള്ള കുടത്തിൽ വെച്ചിരിക്കുന്നു, അത്രമാത്രം. അപ്പോൾ ഞാൻ ഒരു പുകമഞ്ഞാണ്, എൻ്റെ ഭാര്യയും പുകമഞ്ഞാണ്, എൻ്റെ മകനും പുകമഞ്ഞാണ്. ഈ അറിവിൽ നിങ്ങൾ ഭാര്യയെയും മകനെയും സുഹൃത്തിനെയും ഒക്കെ സ്നേഹിച്ചു തുടങ്ങുന്നു എങ്കിൽ നിങ്ങൾ മോക്ഷത്തിൻ്റെ വീട്ടിലേക്ക്, എൻലൈറ്റ്മെന്റിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. പിന്നെ ഏതു നിമിഷവും അത് സംഭവിക്കാം, ഏത് നിമിഷവും നിങ്ങൾക്കത് സംഭവിക്കാം. എപ്പോൾ വേണമെങ്കിലും ഒരു ഞൊടിയുടെ ഒരു സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം തുറന്നു കിട്ടും. ഒരു സൂഫി കഥയുണ്ട്. ആ സൂഫി കഥയെ പറയുന്നുണ്ട് ഇങ്ങനെ, അതായത് ഏതെന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും എന്നൊരു വ്യത്യാസമില്ലെന്നും രണ്ടും മരിച്ചാൽ പുകമഞ്ഞാണ് വരുന്നതെന്നും അങ്ങനെ കരുതുന്ന ഒരു സ്ത്രീ നടന്നു പോകുന്ന സമയത്ത് തലയിൽ കുടം നിറയെ വെള്ളമുണ്ട്. ഈ വെള്ളവും വെച്ച് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് കുടം വീണുടഞ്ഞ് വെള്ളം ചിതറിപ്പോയി. ആ നിമിഷം അവർക്ക് ഏത് കിട്ടി? എൻലൈറ്റ്മെന്റ് കിട്ടി. എന്ന് പറഞ്ഞ് നമ്മൾ കുട എടുത്ത് തലയിട്ട് ഉടച്ചാലൊന്നും എൻലൈറ്റ്മെന്റ് കിട്ടത്തില്ല, മോക്ഷം. ഈ ചിന്തയുള്ള ഒരാൾക്ക് ചിലപ്പോൾ നടന്നു പോകുന്ന നിമിഷം പെട്ടെന്നായിരിക്കും മോക്ഷത്തിൻ്റെ ബ്രഹ്മജ്ഞാനം തുറന്നു കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു പ്ലേറ്റ് വീണുടയുന്ന നിമിഷമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് മോക്ഷം വേണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, പുരുഷൻ സ്ത്രീ വ്യത്യാസമില്ല. നിങ്ങൾ പുരുഷനുമല്ല, നിങ്ങൾ സ്ത്രീയുമല്ല, നിങ്ങൾ രണ്ടുമല്ല. ബ്രഹ്മത്തിൻ്റെ ഭാഗമായ ആ സയൻസ് വിളിക്കുന്ന എക്ടോപ്ലാസമാണ് നിങ്ങൾ. ആ പുകമഞ്ഞ് മാത്രമാണ് നിങ്ങൾ. ഈ അർത്ഥത്തിൽ നിങ്ങൾക്ക് ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിലേക്ക് കയറിക്കഴിഞ്ഞു. ഈ ശരീരമാണ് ഞാനെന്ന് ധരിക്കരുത്, പുരുഷനും സ്ത്രീയും എന്നുണ്ടെന്ന് വിചാരിക്കരുത്. ശങ്കരാചാര്യ സ്വാമി പറയുന്നു, ജീവൻ പോയി 24 മണിക്കൂർ കഴിഞ്ഞാൽ ഭാര്യ പോലും നിങ്ങളെ ശരീരത്തെ ഭയക്കുന്നു. കെട്ടിപ്പിടിക്കാൻ അറയ്ക്കുന്ന ഈ ദേഹമല്ല നിങ്ങൾ എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ മോക്ഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും മോക്ഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. നിങ്ങൾക്കതിന് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.